എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 8ലെ ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്ററാണ്, ഫ്രം ട്രേഡ് ടു ടെറിട്ടറി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എന്തായാലും കാണണം. അപ്പോൾ ഈ ചാപ്റ്റർ ദാറ്റ് ഈസ് ഫ്രം ട്രേഡ് ടു ടെറിട്ടറി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്പനിയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ അത് എങ്ങനെയാണ് ഇന്ത്യയിൽ പവർ അതിന് വന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഔറംഗസീബ് ആയിരുന്നു നമുക്കറിയാം ലാസ്റ്റ് ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള മുഗൾ റൂളറായിരുന്നു. പിന്നെ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൊത്തം ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1707 മുഗൾ ഗവർണേഴ്സും അതുപോലെ തന്നെ ബിഗ് ജമീന്ദാർസും ഒക്കെ എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള പവർഫുൾ അതോറിറ്റി ഒക്കെ അവർക്ക് വന്നു. പിന്നെ അതിൻ്റേതായിട്ടുള്ള റീജിയണൽ കിങ്ഡംസും കാര്യങ്ങളൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇതൊക്കെയാണ് ഇൻട്രഡക്ഷനിൽ പറയുന്നത്. പിന്നെ റീജിയണൽ കിങ്ഡംസൊക്കെ ഒരുപാട് സ്ഥലത്തും ഇന്ത്യയുടെ നാനാഭാഗത്തും ഇങ്ങനെ വരാൻ തുടങ്ങി. അവസാനം ഡൽഹി മാത്രമല്ല ഒരു എഫക്റ്റീവ് ഫങ്ഷൻ സെൻറ്റർ എന്ന് പറയുന്നു. നമുക്കറിയായിരുന്നു മുഗൾസ് എല്ലാം ഭരിച്ചിരുന്നത് ഡൽഹിയിലായിരുന്നു. അവസാനം ഒരുപാട് ഇങ്ങനത്തെ ജമീന്ദാർസും അങ്ങനത്തെ സുബാദാർസ് ആയിട്ടുള്ള മുഗൾ ഗവർണേഴ്സൊക്കെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള പവർ കിട്ടിയതിന് ശേഷം അവർ എന്ത് ചെയ്തു, പല കിങ്ഡംസും എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഡൽഹി വാസ് നോ ലോങ്ങർ ഫങ്ഷൻ ആസ് എ ഇഫക്റ്റീവ് സെൻറ്റർ. ഓക്കെ, സോ ഏകദേശം 18th സെഞ്ച്വറീൻ്റെ ഹാഫ് ആകുമ്പോഴത്തേക്ക് എന്താ നടന്നതെന്ന് വെച്ചാൽ, ഒരു ന്യൂ പവർ വാസ് എമർജിങ് ഓൺ ദ പൊളിറ്റിക്കൽ ഹൊറിസൺ, ദറ്റ് ഈസ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇവരുടെ മുഗൾസിൻ്റെയും അതുപോലെ തന്നെ ഈ ജമീന്ദാർസിൻ്റെയും സുബാദാർസിൻ്റെയും പവർ കൂടാതെ തന്നെ 18th സെഞ്ച്വറിയുടെ പകുതിക്കെത്തിയപ്പോൾ പുതിയൊരു പവർ വന്നു. ആരായിരുന്നു അത്? ബ്രിട്ടീഷേഴ്സ്. അവർ പിന്നെ ഇന്ത്യയിലേക്ക് ട്രേഡിന് വന്നു. ട്രേഡ് വന്നതിന് ശേഷം അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള കീഴ്പ്പെടുത്തി. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനം എന്തായി, ഈ എംപയേഴ്സിൻ്റെ ഒരു റൂള് വരെ അവരായി പിന്നെ അവസാനം മാസ്റ്റേഴ്സായി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൂവിങ് ഓൺ ടു അവർ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇൻ 1600, ദാറ്റ് ഈസ് 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായതെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിൻ്റെ റൂളറായിരുന്ന ക്യൂൻ എലിസബത്ത് വണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക തരം ഒരു ചാർട്ടർ, അതായത് ഒരു പ്രത്യേക തരം ഒരു നിയമാവലി കൊണ്ടുവന്നു. എന്തിനാന്ന് വെച്ചാൽ, ദെയർ സോൾ റൈറ്റ് ടു ട്രേഡ് വിത്ത് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റിൽ അവർക്ക് ഒരു ട്രേഡ് നടത്താനുള്ള അധികാരത്തിനായിരുന്നു അവർ ആ ചാർട്ടറിൽ അവർ ആവശ്യപ്പെട്ടത്. ആരോട്? ഈ ഇംഗ്ലണ്ടിൻ്റെ റൂളറായിട്ടുണ്ടായിരുന്ന ക്യൂൻ എലിസബത്തിനോട്. ദിസ് മീൻ ദാറ്റ് നോ ട്രേഡിംഗ് ഗ്രൂപ്പ് ഇൻ ഇംഗ്ലണ്ട് കുഡ് കോമ്പീറ്റ് വിത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിലെ ഒരു ട്രേഡിംഗ് ഗ്രൂപ്പിനും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ വിത്ത് ദിസ് ചാർട്ടർ ദ കമ്പനി could venture across the oceans looking for new lands from which it could buy the goods at cheap price and carry them back to Europe to sell at higher prices. ഇത് കൂടാതെ തന്നെ അവരുടെ വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവർക്ക് ഏത് ഓഷ്യൻസിലൂടെയും അതുപോലെ തന്നെ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് അവിടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ചീപ്പ് റേറ്റിന് പർച്ചേസ് ചെയ്തിട്ട് അവസാനം യൂറോപ്പിൽ വന്നിട്ട് ഒരു ബിഗ്ഗർ എമൗണ്ട് അല്ലെങ്കിൽ ഹയർ പ്രൈസിന് വിൽക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു ഈ ഒരു ചാർട്ടറിൽ. ദ കമ്പനി did not have to fear competition from other English trading companies. അപ്പോൾ നമ്മൾ പറഞ്ഞു, വേറൊരു കമ്പനിക്ക് കോമ്പറ്റീഷൻ ഇല്ലാതെ ഇവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അധികാരമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ കമ്പനീസിൻ്റെ കയ്യിൽ നിന്നൊന്നും എന്തുണ്ടായിരുന്നില്ല, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞത് മെർക്കൻറ്റൈൽ ട്രേഡിംഗ് കമ്പനീസ് ഇൻ ദോസ് ഡേയ്സ് മെയ്ഡ് പ്രോഫിറ്റ് പ്രൈമർലി ബൈ എക്സ്ക്ലൂഡിങ് കോമ്പറ്റീഷൻ സോ ദാറ്റ് ദേ കുഡ് ബൈ ചീപ്പ് ആൻഡ് സെൽ ഡിയർ. ഓക്കെ, അപ്പോൾ ഈ മെർക്കൻറ്റൈൽ ട്രേഡിംഗ് കമ്പനീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഗുഡ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചീപ്പായിട്ട് വാങ്ങുകയും അത് ഹയർ പ്രൈസസിലും വിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് നമ്മൾ മെർക്കൻറ്റൈൽ എന്ന് പറയുന്നു. ഇങ്ങനത്തെ കമ്പനീസ് അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വളരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ, അവരെന്ത് ചെയ്യുന്നു, കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ ഗുഡ്സ് വാങ്ങാനും അതുപോലെ തന്നെ നല്ല ഹയർ റേറ്റിൽ വിൽക്കാനുള്ള ഇത് കിട്ടിയിരുന്നത്. അതിനെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ കമ്പനീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ,
So the next, that is in the next paragraph, it is discussing that the royal charter, however, could not prevent the other European powers from entering the eastern market. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രേഡിംഗ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ അവർക്ക് ഒഴിച്ചു മാറാൻ പറ്റിയിരുന്നായിരുന്നു, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് അല്ല സെല്ല് ചെയ്യാനുള്ള അധികാരം വേണ്ടെന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വേറെയുള്ള യൂറോപ്യൻ പവേഴ്സിനൊക്കെ ഈ ഈസ്റ്റേൺ മാർക്കറ്റിന് പോയിട്ട് വിൽക്കാനുള്ള അധികാരമൊന്നും ആ ഇംഗ്ലണ്ടിലുള്ള അവരുടെ എംപറർ അല്ലെങ്കിൽ റൂളർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ മെയിനായിട്ട് ഇംഗ്ലണ്ടിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ വേറെയുള്ള യൂറോപ്യൻ അല്ലെങ്കിൽ കൺട്രീസിനും യൂറോപ്യൻ പവേഴ്സിനൊക്കെ ഇത് ബാധകമായിരുന്നില്ല. ഓക്കെ, ബൈ ദ ടൈം അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇംഗ്ലീഷ് ഷിപ്സ് സെയിൽഡ് ഡൗൺ ദി വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക റൗണ്ട് ദി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആൻഡ് ക്രോസ് ദ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇവരുടെ കപ്പൽ ഇംഗ്ലീഷ് ഫസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആഫ്രിക്ക കടന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്നിട്ട് അവസാനം എന്ത് ചെയ്തു, ഇന്ത്യൻ ഓഷ്യനെ ക്രോസ് ചെയ്തു. അവസാനം പക്ഷേ എന്ത് സംഭവിച്ചത്, ഓൾറെഡി ആരിവിടെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. നമുക്കറിയാം ഫസ്റ്റ് പോർച്ചുഗീസുകാരിൽ കാപ്പാട് വന്ന് കാലുകുത്തി, കോഴിക്കോടുള്ള കാപ്പാട് കാലുകുത്തി വാസ്കോഡൻ്റെ ഗാമയൊക്കെ പറ്റി നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. ഹി വാസ് എ പോർച്ചുഗീസ് എക്സ്പ്ലോറർ. അദ്ദേഹം ഫസ്റ്റ് ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ ഫസ്റ്റ് എവിടെയായിരുന്നു, ഗോവയിലായിരുന്നു. പിന്നെ അവസാനം കപ്പൽ മാർഗം വഴി എത്തി ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിലുള്ള കോഴിക്കോടെത്തി, കാപ്പാടെത്തി. അപ്പോൾ ഹി വാസ് എ പോർച്ചുഗീസ് എക്സ്പ്ലോറർ, വാസ്കോഡ ഗാമ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഹി ഡിസ്കവേർഡ് ദ സീ റൂട്ട് ടു ഇന്ത്യ ഇൻ 1498. അപ്പോൾ 1498 അദ്ദേഹം ഈ ഒരു സീ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ബൈ ദ ഏർലി 17th century the Dutch too were exploring the possibilities of trade in the Indian Ocean. Soon the French traders arrived the scene. അപ്പം ഒരു കുറച്ചൊക്കെ 17th centuryയുടെ തുടക്കത്തിൽ തന്നെ ആര് വന്നു, ഡച്ചുകാർ വന്നു, അതിനുശേഷം ഫ്രഞ്ചുകാർ വന്നു. ഒക്കെ എന്ത് ചെയ്തു, ഇന്ത്യൻ ഓഷ്യനിൽ കടന്നിട്ട് ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ യൂറോപ്യൻ വേറെ പവേഴ്സിനൊന്നും ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമാവലിയൊന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമാവലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെയാണ് നമ്മൾ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തത്. തേർഡ് പാരഗ്രാഫിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ പ്രോബ്ലം വാസ് ദാറ്റ് ഓൾ ദ കമ്പനീസ് വർ ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് ദ സെയിം തിങ്സ്. പക്ഷെ എന്താ, ഈ ട്രേഡുകാർക്കും പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും അതുപോലെ തന്നെ ഫ്രഞ്ചുകാർക്കൊക്കെ മെയിനായിട്ട് എന്താ വേണ്ടത്, ഒരേ സാധനങ്ങളായിരുന്നു അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരേ സാധനങ്ങളായിരുന്നു. അവസാനം ഫൈൻ ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഹാഡ് എ ബിഗ് മാർക്കറ്റ് ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൽ ഇന്ത്യയിലുള്ള കോട്ടനും അതുപോലെ തന്നെ സിൽക്കിനൊക്കെ ആയിരുന്നു കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ സ്പൈസസ്. അപ്പോൾ നമുക്കറിയാം മെയിനായിട്ട് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ കാരണം സ്പൈസസിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പൈസസ് ഒക്കെയാണ്. ഇപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അധികം നമ്മൾ അധികം സ്പൈസസ് ആഡ് ചെയ്യും. സ്പൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പെപ്പർ, കുരുമുളക്, അതുപോലെ തന്നെ ക്ലൗസ് അതായത് ഗ്രാമ്പൂ, പിന്നെ അതുപോലെ തന്നെ കാർഡമം, ഏലക്ക ആൻഡ് സിന്നമൺ എന്ന് പറയുന്നത് പട്ട. അപ്പോൾ ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ഡിമാൻഡ് ചെയ്തിരുന്നത്. അല്ല അവരുടെ ഇതിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ അപ്പോൾ എന്ത് ചെയ്തു, ഈ കോമ്പറ്റീഷൻ ഉണ്ടായി, ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. അതായത് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സും അതുപോലെ തന്നെ ഒക്കെ ഇതൊക്കെ പ്രൈസിൻ്റെ ഇത് കൂടുതലായി. കാരണം എല്ലാവർക്കും ഡിമാൻഡ് ഒരേ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർ, ഫ്രഞ്ചുകാർക്കും ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ആൾക്കാർക്കൊക്കെ ഒരുപാട് വലിയ വിലയ്ക്ക് ഇത് വാങ്ങേണ്ടി വന്നു. പക്ഷേ അവരുടെ പ്രോഫിറ്റ് എന്തായിരുന്നു, അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഓക്കെ, the only way the trading companies could flourish was eliminating the rival competitors. അപ്പോൾ അവർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ, അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള മെയിനായിട്ടുള്ള മാർഗ്ഗം എന്തായിരുന്നു, ഇങ്ങനത്തെ കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കുക എന്നതായിരുന്നു. അതിനു വേണ്ടി എന്ത് ചെയ്തു, അവർ ഒരുപാട് ബാറ്റിൽസൊക്കെ നടത്തി. കൂടുതലായിട്ടും ഏകദേശം 17th and 18th century ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ കൊണ്ടുവരുന്ന കപ്പലുകളൊക്കെ, ട്രേഡിന് പോകുന്ന കപ്പലുകളൊക്കെ ഇങ്ങനെ മുക്കാൻ ശ്രമിച്ചു, അതായത് വെള്ളത്തിൽ മുക്കാൻ ശ്രമിച്ചു. കൂടാതെ തന്നെ അവരുടെ പോകുന്ന റൂട്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെന്ത് ചെയ്തു, വേറെ കൺട്രീസിന് സപ്ലൈ കൊടുക്കുന്നതൊക്കെ തടയാൻ തുടങ്ങി. അവസാനം എന്ത് ചെയ്തു, ദ ട്രേഡ് വാസ് ക്യാരീഡ് ഓൺ വിത്ത് ആംസ് ആൻഡ് ട്രേഡിംഗ് പോസ്റ്റസ് വേർ പ്രൊട്ടക്റ്റഡ് വിത്ത് ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് മെയിനായിട്ടാണ്. കാരണം അവസാനം ട്രേഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ട്രേഡ് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആം ട്രേഡായി മാറി, അതായത് കയ്യാങ്കളിയിൽ ഒതുങ്ങി അവസാനം ട്രേഡിംഗ് ഒക്കെ. കൂടാതെ തന്നെ ഇങ്ങനെ അവർ കൊണ്ടുപോകുന്ന ട്രേഡിംഗ് പോസ്റ്റുകളൊക്കെ ഫോർട്ടിഫിക്കേഷൻ വഴി പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് ഓരോ കോട്ടകളിലൊക്കെ പോയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു.
This effort was to fortify settlements and carry on profitable trade was also lead to intense conflict with the local rulers. അപ്പോൾ ഇങ്ങനെ ഫോർട്ടിഫൈ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ട്രേഡൊക്കെ ക്യാരി ചെയ്യാനെടുത്ത അവരുടെ ഓരോ മാർഗ്ഗങ്ങളൊക്കെ അല്ലേ ഈ ലോക്കൽ റൂളേഴ്സിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി. ദ കമ്പനി ദെർഫോർ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ട്രേഡ് ഫ്രം പൊളിറ്റിക്സ്. ഓക്കെ, അപ്പം പൊളിറ്റിക്സും അതുപോലെ തന്നെ ട്രേഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മായ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. ഓക്കെ, സോ നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് ഇൻ ബംഗാൾ. അപ്പോൾ എങ്ങനെയാണെന്ന് അത് നോക്കാം. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് ഇൻ ബംഗാളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബംഗാളിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി എവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ ഹുഗ്ലിയില്ലേ, ഹുഗ്ലി റിവറിൻ്റെ അടുത്തായിരുന്നു. 1651 ഇതുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആരായിരുന്നു? അവിടുത്തെ കുറച്ച് കമ്പനി ട്രേഡേഴ്സ് ആയിരുന്നു. അവരെ ഫാക്ടേഴ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, ദ ഫാക്ടറി ഹാഡ് എ വെയർ ഹൗസ് വെയർ goods for export were stored and it has offices where the company officials sat. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയിൽ മെയിനായിട്ടുണ്ടായിരുന്നത് വെയർ ഹൗസ് അല്ലെങ്കിൽ സ്റ്റോർ റൂം പോലത്തെ സ്ഥലങ്ങളായിരുന്നു. പിന്നെ കൂടാതെ തന്നെ ഓഫീസുകളുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഈ കമ്പനീൻ്റെ ഒഫീഷ്യൽസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ട്രേഡൊക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊക്കെ ഇങ്ങനെ ഉള്ള മെർച്ചൻസിനെയും ട്രേഡേഴ്സിനോടൊക്കെ പറഞ്ഞു അവരുടെ കമ്പനിയുടെ അടുത്ത് വന്നിട്ട് താമസിക്കാനും അവിടെ പുതിയ പുതിയ സെറ്റിൽമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഏകദേശം 1696 ഒക്കെ ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനത്തെ വലിയ ബിൽഡിങ് അവർ ഫോർട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി സെറ്റിൽമെൻറ്റ് ചുറ്റും. കാരണം കുറേ മെർച്ചൻസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് സെറ്റിൽ ആവാൻ തുടങ്ങി. പിന്നെ 2 വർഷത്തിന് ശേഷം അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുഗൾ ഒഫീഷ്യൽസിനെ പോയിട്ട് ഇങ്ങനെ ബ്രൈബ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരെ ഇങ്ങനെ കൈക്കൂലി കൊടുത്തിട്ട് അവരെ വശത്താക്കിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജമീന്ദാരി റൈറ്റ്സിന് അവർ പ്രൊമോട്ട് ചെയ്തു. ജമീന്ദാരി റൈറ്റ്സ് അവർ പ്രൊമോട്ട് ചെയ്തു ഏകദേശം 3 വില്ലേജുകളിൽ. അപ്പോൾ ഈ ഒരു നമ്മുടെ മുഗൾ എംപറേഴ്സിനൊക്കെ പോയിട്ട് ബ്രൈബ് ചെയ്തിട്ട് ഈ ജമീന്ദാരി റൂൾസൊക്കെ അല്ലെങ്കിൽ ജമീന്ദാരി റൈറ്റ്സ് അവർ 3 വില്ലേജസിൽ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിലൊരെണ്ണമായിരുന്നു ആര്? കാലിക്കാട്ട എന്നായിരുന്നു പണ്ടത്തെ പേര്. ഇപ്പോഴത്തെ നമ്മുടെ കൊൽക്കത്ത അല്ലെങ്കിൽ കൽക്കട്ട എന്നൊക്കെ പറയുന്ന ആ സ്ഥലം. ഓക്കെ, ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ പറയുന്നത്. അന്നത്തെ കാലത്ത് കാലിക്കട്ട എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെയായിരുന്നു ജമീന്ദാരി റൈറ്റ്സ് ഫസ്റ്റ് അവർ മെയിനായിട്ട് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, it also persuaded the Mughal Emperor Aurangzeb to issue a farman granting the company the right to trade duty free. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെൻറ്റൻസ്. കാരണം ഔറംഗസീബിനെ അവർ എന്ത് ചെയ്തു, പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാർമൻ ഉണ്ടാക്കി. ഫാർമൻ എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവ് എന്താ ഉണ്ടാക്കി? ആ ഉത്തരവിൽ എന്തായിരുന്നു? ഓക്കെ, കമ്പനി റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ. കമ്പനിക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് യാതൊരു ഡ്യൂട്ടി ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഒക്കെ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു സർട്ടെയിൻ മണി കൊടുക്കണം, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് കാശ് കൊടുത്താലേ ഉള്ളൂ ഒരു വേറെ സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനത്തെ ആ ഒരു റൈറ്റ് ആ ഒരു കാര്യത്തിന് അവരെന്ത് ചെയ്തു, അങ്ങനെ റവന്യൂ കൊടുക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് തന്നെ അവർ ഈ ഫാർമനിൽ അവരെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു ഔറംഗസീബിനോട് പ്രേരിപ്പിച്ചത്. ഓക്കെ, so it also persuaded the Mughal Emperor Aurangzeb to issue a farman granting the company right to trade duty free. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് വെച്ചാൽ ഈ കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറേ കൺസെഷനും അതുപോലെ തന്നെ ആദ്യമുള്ള ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പദവികളൊക്കെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാക്സിമം അവർ ഓസിന് ഇങ്ങനെ ട്രേഡൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ദ ഔറംഗസീബ്സ് ഔറംഗസീബിൻ്റെ ഉത്തരവിൽ എന്തായിരുന്നു? ഫോർ ഇൻസ്റ്റൻസ് ഹാഡ് ഗ്രാൻറ്റഡ് ഓൺലി ദ കമ്പനി റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞത് എന്താ, കമ്പനിയുടെ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ട്രേഡിങ്ങിന് മാത്രമായിരുന്നു. പക്ഷേ അതിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്തുള്ള കമ്പനി ഒഫീഷ്യൽസൊക്കെ എന്തോ ചെയ്തെന്ന് വെച്ചാൽ പ്രൈവറ്റായിട്ട് അവർ ട്രേഡിന് പോകാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഉള്ളിലൂടെ പ്രൈവറ്റായിട്ട് ട്രേഡ് ചെയ്തു. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് ഒരാൾക്കാരെന്ത് ചെയ്തു, ഈ നവാബ്സും അതുപോലെ തന്നെ അവിടുത്തെ ബംഗാളിലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഡ്യൂട്ടി പേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഈ പ്രൈവറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇവരോട് ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ കമ്പനിയുടെ ആവശ്യത്തിനാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വേണ്ട ആവശ്യമില്ല. കാരണം അതായിരുന്നല്ലോ ആ ഫാർമനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അവസാനം എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, ഡ്യൂട്ടി പേ ചെയ്യാൻ സമ്മതിച്ചുമില്ല. കൂടാതെ തന്നെ അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ബംഗാളിൽ ഒരുപാട് റവന്യൂ നഷ്ടമായി. ഓക്കെ, അപ്പോൾ ബംഗാളിൽ റവന്യൂ നഷ്ടമായാൽ പിന്നെന്താ, അവിടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹൗ കുഡ് ദ നവാബ് ഓഫ് ബംഗാൾ മുർഷിദ് ഖുലി ഖാൻ നോട്ട് പ്രൊട്ടസ്റ്റ്. അപ്പോൾ മുർഷിദ് ഖുലി ഖാൻ ഇത് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, മുഗൾ എംപററായിട്ടുള്ള ഔറംഗസീബ് ആയിരുന്നു ഈ ഒരു ഫാർമനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രേഡ് നടത്താനുള്ള അധികാരം കൊടുത്തത്. അതുകൊണ്ട് എന്ത് ചെയ്തു, നവാബ് ഓഫ് ബംഗാളായിട്ടുള്ള മുർഷിദ് ഖുലി ഖാന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ടാണ് അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്. സോ നൗ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഹൗ ട്രേഡ് ലെഡ് ടു ബാറ്റിൽസ്. അപ്പോൾ ഈ ട്രേഡുകൾ എങ്ങനെ ബാറ്റിൽസ് ആയിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ത്രൂ ദ ഏർലി 18th century ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് നവാബ്സ് ഓഫ് ബംഗാൾസ് ഇൻറ്റൻസിഫൈഡ്. അപ്പോൾ ഏകദേശം 18th century തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു, ഇവർ തമ്മിലുള്ള, അതായത് ബംഗാളിലെ നവാബ്സും അതുപോലെ തന്നെ കമ്പനീസും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് വർദ്ധിക്കാൻ തുടങ്ങി. അവസാനം ഔറംഗസീബിൻ്റെ മരണശേഷം ബംഗാൾ നവാബ്സ് എന്ത് ചെയ്തു, കുറച്ചും കൂടെ പവർഫുൾ ആവുകയും സാധാരണ റീജിയണൽ പവേഴ്സൊക്കെ അവർക്ക് കിട്ടുകയും ഒക്കെ ചെയ്തു. പിന്നെ മുർഷിദ് അലി ഖാനിൻ്റെ നവാബിൻ്റെ അദ്ദേഹത്തിൻ്റെ റൂളിന് ശേഷം വേറെ ആൾക്കാർ വന്നത് ആരൊക്കെയെന്ന് വെച്ചാൽ അലിവർദി ഖാനും അതുപോലെ തന്നെ സിറാജുദ്ദീൻ ഖാനും ആയിരുന്നു നവാബ് ഓഫ് ബംഗാളായിട്ട് ഇങ്ങനെ നിയമിക്കപ്പെട്ടത്. ഈച്ച് വൺ ഓഫ് ദം വർ സ്ട്രോങ് ലീഡർ. രണ്ടുപേരും എന്തായിരുന്നു, സ്ട്രോങ് ലീഡേഴ്സ് ആയിരുന്നു. അവരെന്ത് ചെയ്തു, ഇങ്ങനത്തെ കൺസെഷനും അതുപോലെ തന്നെ ലാർജ് ട്രിബ്യൂട്ട്സൊക്കെ ഈ കമ്പനീൻ്റെ മേലിൽ കൺസെഷൻ ഇല്ലാതാക്കുകയും ഇങ്ങനത്തെ ഓരോ റവന്യൂസും കാര്യങ്ങളൊക്കെ കമ്പനീൻ്റെ മുകളിൽ ചുമത്തപ്പെടുകയും അവസാനം അവരെന്ത് ചെയ്തു, ഒരു കാര്യങ്ങളും കമ്പനിക്ക് അനുവദിച്ചു കൊടുത്തില്ല. അതായത് ഫോർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മിൻ കോയിൻസ് ഒന്നും അനുവദിച്ചു കൊടുത്തില്ല. അക്യൂസിങ് ദ കമ്പനി ഓഫ് ഡെസീറ്റ്, ദേ ക്ലെയിംഡ് ദാറ്റ് ദ കമ്പനി വാസ് ഡിപ്രൈവിങ് ദി ബംഗാൾ ഗവൺമെൻറ് ഓഫ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് അണ്ടർമൈനിങ് ദ അതോറിറ്റി ഓഫ് നവാബ്സ്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ ബംഗാളിൽ, അതായത് ഇവരെ അക്യൂസ് ചെയ്യപ്പെട്ടു, അവരെ ഇങ്ങനെ കുറ്റം ചുമത്തി, എന്തിന്, വഞ്ചനയ്ക്കെതിരെയായിട്ട്. കാരണം കമ്പനി വന്നിട്ട് എന്ത് ചെയ്തു, ഒരുപാട് ട്രേഡുകൾ നടത്തുകയൊക്കെ ചെയ്തു. അവസാനം റവന്യൂ മൊത്തം കമ്പനിക്ക് കിട്ടുകയും ഈ ബംഗാളിൻ ഗവൺമെൻറ്റിൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ റവന്യൂസൊക്കെ കുറയാൻ തുടങ്ങുകയും കൂടാതെ തന്നെ അവരെന്ത് ചെയ്തു, അതോറിറ്റി, അതായത് ഓരോ നവാബ്സിനും ഓരോ അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റിയൊക്കെ അവർക്ക് വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയും വന്നു. ഓക്കെ, ഇറ്റ് വാസ് റെഫ്യൂസിങ് ടു പേ ടാക്സസ്, റൈറ്റിംഗ് ഡിസ്റെസ്പെക്റ്റബിൾ ലെറ്റേഴ്സ് ആൻഡ് ട്രൈയിങ് ടു ഹ്യൂമിലിയേറ്റ് ദ നവാബ് ആൻഡ് ഹിസ് ഒഫീഷ്യൽസ്. ഇവർ പേ ചെയ്യൂല, റവന്യൂ കൊടുക്കൂല, കൂടാതെ തന്നെ അവർക്കെതിരെയായിട്ട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ കൂടാതെ തന്നെ അവരെന്ത് ചെയ്തു, ഈ നവാബ്സിനെയും ഒഫീഷ്യൽസിനെയൊക്കെ കളിയാക്കാനും തുടങ്ങി. ഓക്കെ, the company on its part declared that the unjust demands of local officials were ruining the trade over the company. അപ്പോൾ മനസ്സിലായി ഇങ്ങനത്തെ ഒഫീഷ്യൽസ്, അതായത് നവാബ്സിനൊക്കെ എന്തായെന്ന് വെച്ചാൽ ഇവർ കാരണം ഇവരുടെ ട്രേഡൊക്കെ ഇങ്ങനെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഇങ്ങനെ അവരുടെ ട്രേഡുകളൊക്കെ ഇനി ഫ്ലറിഷ് ആവണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഇവരുടെ മുകളിൽ ചുമത്തപ്പെട്ട ഈ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. പോരാത്തതിന് എന്ത് ചെയ്തു, അവർക്ക് വേറൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ അവരുടെ ട്രേഡ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരുപാട് സെറ്റിൽമെൻറ്റ്സും ഒരുപാട് വില്ലേജുകളൊക്കെ ഇങ്ങനെ കോൺക്കർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് വില്ലേജുകളൊക്കെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് ട്രേഡ് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്തു, അവസാനം കൂടുതൽ കൺഫ്രണ്ടേഷൻസ് ആൻഡ് ഫൈനലി കൾമിനേറ്റഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പോൾ ഇത് ഒരുപാട് സമരങ്ങളും ഒരുപാട് പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ബാറ്റിൽ ഓഫ് പ്ലാസി എന്നുള്ള യുദ്ധത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ കമ്പനിയുടെ ദുഷ്ടതകളും നവാബ് ഓഫ് ബംഗാളിനെ എഫക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ വേറെ ഇതിൻ്റെ ബാറ്റിൽ ഓഫ് പ്ലാസി കൊണ്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ എവ്രി വൺ, താങ്ക് യു.